കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇത്രയധികം ആനകൾ ഒരുമിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ എത്തുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റി. അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയല്ല, ഇത് വൈകുന്നേരത്തെ കാഴ്ചയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഇവിടുത്തെ കലപില സൗണ്ടുകളൊക്കെയാണ് കേട്ടോ. കാരണം അത്രയ്ക്കധികം ആളുകളുണ്ടായിരുന്നു ഇത്രയും ആനകൾ ഒരുമിച്ച് വന്നപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ എല്ലാവരും നിരന്നങ്ങ് നിൽക്കുകയാണ്. നമ്മൾ ദൂരെ മാറി നിൽക്കുന്നതുകൊണ്ടാട്ടോ നമുക്ക് അത്ര ക്ലിയർ അല്ലാത്തത്. കാരണം ഇവരുടെ അടുത്തേക്ക് പോയാൽ കുറച്ച് ഡേഞ്ചറാവും. പക്ഷെ വണ്ടികളൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല. ഇവരുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് സീനാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഒരു ആന ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾ ഈ ഒരു ആനയെ വിളിക്കുന്നത് അയ്യപ്പൻകുട്ടി എന്നാട്ടോ. അപ്പോൾ പേര് കേട്ട് ആരും അസ്വസ്ഥതയൊന്നും കാണിക്കേണ്ട. കാരണം എല്ലാ ആനകൾക്കും പലതരം പേരുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ശരിക്കും നമുക്കിവന് ഈ ഒരു കൂട്ടത്തിൻ്റെ നേതാവെന്ന് തന്നെ വേണമെങ്കിൽ ഇവനെ പറയാം. കാരണം ബാക്കിയുള്ള ആനകളൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ഇവൻ്റെ ഈ ഒരു റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സേഫ് ആണോ, റോഡിലിറങ്ങി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, റോഡ് മുറിച്ച് കിടക്കാമോ? കാരണം കൂട്ടത്തിൽ ഒരുപാട് കുട്ടി ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മുടെ ഈ തലമുതിർന്ന ഈ ചേട്ടച്ചാർക്ക് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ആന അവിടെ നിന്നിട്ട് രണ്ട് സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ട് ഭാഗത്തേക്കും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, എല്ലാം സേഫ് അല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ്റെ ആ നിപ്പ് കാണുമ്പോൾ തന്നെ ഒരാളും അടുത്തേക്ക് പോവില്ല. ഏത് നിമിഷം വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടിപ്പിക്കാം എന്നുള്ളൊരു മട്ടിലാണ് ചെക്കൻ്റെ നിപ്പ്. എന്തായാലും നറുക്ക് വീണത് നമ്മുടെ ഈ ഒരു സൈഡിലേക്കാണ്. അവൻ അവിടെ നിന്ന് ഇങ്ങടേക്ക് നോക്കി കുറച്ച് നേരം സ്മെല്ലൊക്കെ പിടിച്ച് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഇവൻ ഇത്രയും പ്രശ്നമില്ലായിരുന്നു കേട്ടോ. നമുക്ക് ഇവൻ്റെ അടുത്ത് നമ്മുടെ ഏകദേശം നമ്മുടെ ഗണപതിനെയൊക്കെ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവന് അങ്ങനെ അധികം ആൾക്കാരെയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതൊരു വന്യമൃഗമാണ്. ഇവരുടെ വന്യത എപ്പോൾ വേണമെങ്കിലും പുറത്ത് വരാം എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളും കൂടിയാണ് നമ്മുടെ ഈ ഒരു ആന. കാരണം അന്ന് ഞാനെടുത്ത വീഡിയോയിൽ ഇവൻ്റെ നിപ്പും ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് വന്ന് പന നിന്നുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഇവൻ ആ ഒരു നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു പശുക്കുട്ടീനെ കൊണ്ടുവന്ന് വീടിൻ്റെ അടുത്ത് കെട്ടിയിട്ടേക്കണ പോലെ അത്രയും കൂളായിട്ട് നിന്നിട്ടാണ് കേട്ടോ ഇവനന്ന് അവിടെ ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് പശുത്തൊഴുത്തിൻ്റെ അടുത്ത് വന്ന് തിന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇവനെ കണ്ടില്ലേ ഒരു കൂട്ടത്തിൻ്റെ നേതാവായി. അപ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് ആശാൻ്റെ നടപ്പ്. എന്തായാലും രണ്ട് സൈഡിലും സേഫാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൻ റോഡ് ക്രോസ് ചെയ്യാനുള്ള വഴി ചെന്ന് നിൽക്കുകയാണ്. സേഫാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലെ രണ്ടാമത്തെ ആന റോഡിലേക്ക് ഇറങ്ങാണ്. ഇത് നമ്മുടെ ഓട്ടക്കാതനാണ്. ഇവനും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഇപ്പം ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള 2 ആനകൾ ഈ ഒരു ഓട്ടക്കാതനും അയ്യപ്പൻകുട്ടിയുമാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു 2 ചേട്ടന്മാരും റോഡിലേക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ ഇനി എന്തായാലും ബാക്കിയുള്ള ടീംസൊക്കെ ഇനി പുറകെ വന്നോളും. ഇനിയുള്ളതൊക്കെ തീരെ പൊടി ടീംസുകളാട്ടോ. അടുത്ത ആൾ ഇറങ്ങാണ്. ഇത് മറ്റേ ആനേനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്ര ചെറുതാണ്. ഇനി ഇറങ്ങാനുള്ളവരെല്ലാവരും ഇതുപോലത്തെ കുട്ടി ആനകളൊക്കെയാണ്. അപ്പോൾ ചേട്ടന്മാർ ഫ്രണ്ടിൽ തന്നെ കാവൽ പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ 4ാമത്തെ ആനയും ഇറങ്ങാണ്. ഇപ്പം ഇറങ്ങുന്ന ആനയും ഫസ്റ്റത്തെ ആനകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതും ചെറുതാണ്. ഇനി ഇറങ്ങുന്ന എല്ലാവരും ഇതുപോലത്തെ പീക്കിരികളാണ് കേട്ടോ. ശരിക്കും ഇവരെയൊക്കെ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള പോലെ തോന്നും. പക്ഷെ വലിപ്പമുള്ള ആനകളുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ എത്ര ചെറുതാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവൻ ഇറങ്ങിയതിന് ശേഷം അവരിത് പുഴ സൈഡിലേക്ക് നടക്കുകയാണ്. അങ്ങനെ 4 ആനകൾ പോയതിന് ശേഷം ഇനിയും ആനകൾ ഇറങ്ങാനുണ്ട്. ഇവരും തീരെ പൊടി ആനകളാട്ടോ. 3 പേര് ഓടി വരാണ്. മറ്റൊരു റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോയല്ലോ. അപ്പോൾ ഇവർക്ക് ടെൻഷനായി, ഇനി ഇവർ വന്ന സമയത്തെങ്ങാനും വല്ല വണ്ടികളും വന്നാലോ. അപ്പോൾ കണ്ടില്ലേ അടുത്ത ആനയും റോഡ് ക്രോസ് ചെയ്ത് പോവാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് നല്ല വലിപ്പം തോന്നും. പക്ഷേ ഇവർ മറ്റുള്ള ആനയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇവരെത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നേരത്തെ പോയ 4 ആനകളും അവിടെ അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് ഇവന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ ആനകളൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇവർ റോഡ് സൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് പോകാൻ നിൽക്കണ്ട. ഇവർ പോയതിന് ശേഷം പോയാൽ മതി. ഇതിന് ശേഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടോ. ഇവിടെ എല്ലാവരും ഈ ആന പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വണ്ടികളൊക്കെ കടന്നു പോകുമല്ലോ. അപ്പോൾ ആനകളൊക്കെ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നതിനിടയിൽ ഒരു കാറ് ചെന്നിട്ട് ഇവരുടെ ബാക്കിൽ ചെന്നിട്ട് വെറുതെ ഹോൺ അടിച്ച് ഇതിനെ പ്രകോപിപ്പിക്കുക. ഇതാണ് ആ കാറ്. നോക്കിക്കോളൂ, നിങ്ങൾ തന്നെ കണ്ടോളൂ. അപ്പോൾ ആനയ്ക്ക് എത്രത്തോളം ഇറിറ്റേഷൻ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാം കേട്ടോ. അപ്പം മറ്റു വീഡിയോ വീണ്ടും കാണാം. ബൈ.